ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇടുന്ന വീഡിയോ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ശോഭായാത്രേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായിപ്പോയി എന്നറിയാം പോസ്റ്റ്. അപ്പോൾ ഇത് കുറച്ച് നാളായി ഇത് വീഡിയോ ആക്കി വെച്ചിട്ട് ഇടാനായിട്ട് വിട്ടുപോയതായിരുന്നു. അപ്പോൾ നല്ല കുഞ്ഞി കൃഷ്ണന്മാരും കുഞ്ഞി രാധമാരൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. നോക്കി എന്ത് രസമല്ല എല്ലാവരെയും കാണാനായിട്ട്. അതേ മിയാവ് നിന്ന് ചിരിക്കുന്നുണ്ട്, പുറകിൽ സാത്വിക കുട്ടിയുണ്ട്, പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും നല്ല രസമായിട്ടുണ്ടല്ലോ. എന്ത് രസമുള്ള കണ്ണന്മാരും രാധമാരും നോക്കി. എല്ലാവരെയും കൂടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഇടാൻ വൈകിപ്പോയതാണ്. അപ്പോൾ ഇതിവിടെ നോക്കിയപ്പോൾ നമ്മുടെ 2-3 സ്റ്റുഡൻസൊക്കെ നിൽക്കുന്നത് എൻ്റെ അമ്പാടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മൾ ചെറിയപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ചെറിയപ്പള്ളിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. അവിടെ നിന്നും പഴങ്ങാട്ട് ശ്രീകാളീശ്വരി ക്ഷേത്രത്തിലേക്കായിരുന്നു ശോഭായാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പൂജകൾക്കൊക്കെ ശേഷമാണ് കണ്ണൻ്റെ ഒരു കുഞ്ഞി രഥമാണുള്ളത്. അതിലാണ് നമ്മുടെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് നമ്മൾ പോയത്. അപ്പോൾ ചെറിയൊരു ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഘോഷയാത്രേൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇടയിൽ നല്ല ചെണ്ടമേളമൊക്കെ ആയിട്ടായിരുന്നു. സൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ ചെണ്ടമേളത്തിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് കേൾപ്പിച്ചതിന്. അപ്പോൾ എല്ലാ കൃഷ്ണന്മാരും രാധമാരും ഒക്കെ നല്ല സുന്ദരക്കുട്ടന്മാരായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ നല്ല കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ പോകുന്ന റൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ ഉറിയടി ഉണ്ടായി. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെളിച്ചത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് വെളിച്ചക്കുറവുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അപ്പൂസൊക്കെ ചാടുന്നുണ്ട്. അവനെന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഉടുത്തിരുന്ന ആ മുണ്ടിച്ചിരി ലൂസായിരുന്നു. അപ്പോൾ അവന് പേടിയായിരുന്നു, ചാടിക്കഴിഞ്ഞാൽ എങ്ങാനും അഴിഞ്ഞു പോയാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അവൻ. അതുകൊണ്ട് അവൻ അധികം ചാടിയില്ലെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഭഗവാൻ എൻ്റെ വിഗ്രഹം വച്ചിരുന്ന ഒരു രഥം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്